പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ ആക്ഷേപം നേരിട്ടത് ആഭ്യന്തര വകുപ്പായിരുന്നു. കാരണം ഇവിടെ പലരും നീതി നിഷേധിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. പോലീസിൻ്റെ ഒരു പോലീസ് രാജ് പല സാഹചര്യങ്ങളിലും ഉണ്ടായി എന്ന ആക്ഷേപം ഉയർന്നിരുന്നു. പക്ഷെ എന്തായാലും ഒരു നീതി കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഈ പെരിയ കൊലപാതകത്തിൽ, അതായത് കൊല്ലപ്പെട്ട യുവാക്കളുടെ കുടുംബങ്ങൾ. കെ വി ബൈജുവിലേക്ക് ഒരിക്കൽ കൂടി. ബൈജു, ഈ ഒരു സംഭവത്തിൽ, ഈ കേസിൽ, ഇരട്ടക്കൊലപാതക കേസിൽ വിധി വന്നിട്ടും വലിയ നിരാശയായിരുന്നു അവർ പ്രകടിപ്പിച്ചത്. കാരണം തങ്ങൾക്ക് പൂർണ്ണമായി നീതി കിട്ടിയില്ല. പലരും ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തവർ പലർക്കും ശിക്ഷ ഉറപ്പാക്കാൻ കഴിഞ്ഞില്ല എന്ന്. പക്ഷേ ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുന്നു. എത്രത്തോളം പ്രതീക്ഷയുണ്ട് അവർക്ക്? തീർച്ചയായും ടോമി, അത് തന്നെയാണ് അവർ പങ്കുവച്ചത്. കാരണം 2019 ഫെബ്രുവരി 17 ഇങ്ങനെ ഒരു കൊലപാതകം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ അന്ന് മുതൽ യൂത്ത് കോൺഗ്രസും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവർക്ക് പിന്തുണയുമായി ഉണ്ടായിരുന്നു. അത് ഇവരുടെ വീടുകളൊക്കെ നേരത്തെ വാർത്തയായതാണ്. അങ്ങനെ കോൺഗ്രസ് ഇവർക്ക് വീട് വെച്ച് നൽകുന്നു. ഓരോ ഘട്ടത്തിലും കുടുംബത്തോടൊപ്പം നിന്നതാണ് കോൺഗ്രസ്. അവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് VD സതീശനും അതുപോലെ തന്നെ ചെന്നിത്തലയും ഒക്കെ ഈ കുടുംബത്തിൽ പലപ്പോഴും ഇവർ കാസർഗോഡ് എത്തിയാൽ അവരുടെ വീടുകളിലേക്ക് പോകുമായിരുന്നു. മാത്രമല്ല, സംസ്ഥാനത്തേക്ക് പുറപ്പെടുന്ന കോൺഗ്രസിന്റെ പല ജാഥകളും ആരംഭിക്കുന്നത് ഈ രക്തസാക്ഷി സ്മൃതി മണ്ഡപത്തിലാണ്. അങ്ങനെ അത്രത്തോളം വലിയ തോതിലുള്ള ഒരു ബന്ധം ഇവർ തമ്മിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ പ്രതീക്ഷ വെച്ചു വരുന്നത്. ടോമ, ഇതിൽ ഏറ്റവും പ്രധാനം ഈ കുടുംബം പറയുന്നത്, ഈ കേസ് ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിക്കുന്നു, പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചപ്പോൾ ഈ കേസിൽ 24 പേരാണ് പ്രതികളായിട്ടുണ്ടായത്. പക്ഷേ അത് CBI അന്വേഷിച്ചപ്പോൾ അവസാനം 14 പേരെയാണ് ഇതിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തി ശിക്ഷിച്ചത്. അതിൽ 10 പേർക്ക് ഇരട്ട ജീവപര്യന്തവും 4 പേർക്ക് 5 വർഷം തടവുമാണ്. അത് ഈ 4 പേരെന്ന് പറയുന്നത് മുൻ MLA KB കുഞ്ഞിരാമൻ, അതുപോലെ തന്നെ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ ഉൾപ്പെടെയുള്ളവരാണ് 5 വർഷം ശിക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ അവർക്ക് അപ്പീൽ പോകാൻ പറ്റി. അതുകൊണ്ട് അവർക്ക് പുറത്ത് ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതോടൊപ്പം ബാക്കിയുള്ള, അതായത് 24 പേരാണ് ഈ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നത്. ഈ ആളുകളെ വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവർക്കും ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നാണ് ഈ കുടുംബം പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പുനരന്വേഷണം എന്നൊരു ആവശ്യം ഇവർ ഇപ്പോൾ ഉന്നയിക്കുന്നത്. അതിൽ ഇവർക്ക് വലിയ പ്രതീക്ഷയുണ്ട്. അത് പ്രത്യേകിച്ച് VD സതീശനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇവരുടെ ഒരു ആവശ്യത്തിന് അവർ കൂടെ നിൽക്കും, ഒപ്പം നിൽക്കും എന്ന ഒരു വിശ്വാസം ഇവർക്കുണ്ട്. അത് തന്നെയാണ് അവർ പ്രതീക്ഷ വെച്ച് പങ്കുവെച്ചതും നമ്മോടൊപ്പം പങ്കുവെച്ചതും. എന്നാലും ഈ വിഷയത്തിൽ ഉടൻ തന്നെ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്ന് അത്തരം നടപടികൾ ഉണ്ടായേക്കാം. ഒരു പക്ഷേ അതിൽ നിയമോപദേശമൊക്കെ തേടേണ്ടതുണ്ടായിരിക്കും. ഈ പരോളുമായി ബന്ധപ്പെട്ട കാര്യം അടിയന്തരമായി ഇപ്പോൾ റിപ്പോർട്ട് തേടി ആഭ്യന്തര വകുപ്പ് മന്ത്രി രംഗത്ത് വന്നത്. ഏതായാലും ന്യൂസ് 18 വാർത്തയാണ് ഇത് ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. അത് പ്രത്യേകിച്ച് ശരത് ലാലിന്റെ പിതാവ് സത്യനാരായണൻ തന്നെ ഈ കാര്യം ന്യൂസ് 18 പറയുകയുണ്ടായി. അതുകൊണ്ട് ആ കാര്യം വളരെ ഗൗരവത്തിൽ ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് എടുത്തു എന്നോണം പറയാൻ. മറ്റു കാര്യങ്ങൾ, അതായത് ജയിൽ മാറ്റുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ, അതോടൊപ്പം ജയിൽ ഉപദേശക സമിതി, അത് വലിയ തോതിലുള്ള ആരോപണം ഇവർ ഉന്നയിക്കുന്നുണ്ട്. ഈ ജയിൽ ഉപദേശക സമിതിയാണ് ഇത്തരത്തിൽ ആ പരോൾ നൽകുന്നത് സംബന്ധിച്ചൊക്കെ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. അവർക്കാണ് ഇതിൽ ശുപാർശ ചെയ്യാനുള്ള അധികാരമുള്ളത്. അതുകൊണ്ട് തന്നെ ആ ജയിൽ ഉപദേശക സമിതി ഉൾപ്പെടെ അതിൽ ആളുകളെ മാറ്റി പുതിയ ആളുകളെ വെക്കണമെന്നൊരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. നീതിയുക്തമായി ഇത്തരത്തിൽ പരോൾ നൽകുന്നത് സംബന്ധിച്ച തീരുമാനമെടുക്കുന്ന ഒരു സമിതി അവിടെ വരണമെന്നൊരു ആവശ്യമാണ് ഉന്നയിക്കുന്നത്. അതോടൊപ്പം സെൻട്രൽ ജയിലിലൊക്കെ നമ്മൾ പലപ്പോഴും വാർത്തകൾ കേട്ടതാണ്. ഗോവിന്ദസ്വാമി പോലും ജയിൽ ചാടിയ കണ്ണൂർ സെൻട്രൽ ജയിൽ രാഷ്ട്രീയ തടവുകാർക്ക് പ്രത്യേക പരിഗണന ലഭിക്കുന്നു. മദ്യം ഉൾപ്പെടെ, മൊബൈൽ ഫോൺ ഉൾപ്പെടെ ഇവർക്ക് ഏകദേശം ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്നു. അങ്ങനെയൊക്കെ സാഹചര്യങ്ങളുണ്ട്. അതിൽ ഇനി എന്ത് നടപടി ആഭ്യന്തര വകുപ്പ് എടുക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനം. പ്രത്യേകിച്ച് പെരിയ ഇരട്ട കൊലപാതക കേസുമായി ബന്ധപ്പെട്ട പ്രതികളെ വിയൂറിലെ അതിസുരക്ഷാ ജയിലിലേക്ക് മാറ്റുമോ, അത്തരം കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ എന്തായാലും UDFന്റെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്ന് തീരുമാനം ഉണ്ടാവുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കുടുംബം മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയും നേരിൽ കാണുമെന്നാണ് നമ്മോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇവരുടെ ഈ കാര്യങ്ങൾ, അതായത് LDF സർക്കാർ ഉണ്ടാകുമ്പോൾ നിരന്തരം ആവശ്യപ്പെട്ടിരുന്ന ഈ കാര്യങ്ങൾ, അത് ഒരുപക്ഷെ VD സതീശൻ ഉൾപ്പെടെ അത് നന്നായി അറിയാമെങ്കിലും അവരെ നേരിട്ട് കണ്ട് ഈ കാര്യങ്ങൾ ഒന്നുകൂടി ബോധ്യപ്പെടുത്തുമെന്നാണ് ഇവർ പറയുന്നത്. അക്കാര്യത്തിൽ വൈകാതെ തന്നെ ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അത്രത്തോളം ചേർത്ത് നിർത്തിയതാണ് കോൺഗ്രസ് ഉൾപ്പെടെ ഈ ഒരു കുടുംബത്തെ. പല ഘട്ടങ്ങളിലും LDF സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ പല ഇത്തരത്തിലുള്ള അവഗണനവും അല്ലെങ്കിൽ ഇവർ നേരിട്ട പല പ്രശ്നങ്ങൾക്കും ഒപ്പം നിന്നതാണ്, സമരം ചെയ്തതാണ്. നിരവധി പേർ ഈ സമരവുമായി ബന്ധപ്പെട്ടൊക്കെ ഇതിൽ പ്രതികളായിട്ടുണ്ട്. അവർക്കൊക്കെയുള്ള ഈ പ്രതികളെയൊക്കെ അല്ലെങ്കിൽ ഈ കുറ്റത്തിൽ നിന്നും ഇവരെ ഒഴിവാക്കുന്ന രീതിയിലേക്കുള്ള നടപടികൾ ഉണ്ടാവുമോ, അത്തരം കാര്യങ്ങൾ ഇനി വരുന്ന ദിവസം കണ്ടറിയണം. ഏതായാലും വളരെ ഗൗരവമുള്ളതാണ് ഈ പരോൾ നൽകുന്നത് സംബന്ധിച്ച്. കേസിലെ മുഴുവൻ പ്രതികൾക്കും പരോൾ കൂട്ടത്തോട് നൽകാനുണ്ടായ ഇടയായ സാഹചര്യം. അതിൽ 5 പേർ ഇപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞു. അവർ കല്ലോട്ട് തന്നെ എത്തിക്കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനം. ഏതായാലും വലിയ പോലീസ് വലയത്തിലാണ് കല്ലോട്ടും പരിസര പ്രദേശങ്ങളിലും ഉള്ളത്. ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ പോലീസ് അടിയന്തര നടപടി സ്വീകരിച്ചിട്ടുമുണ്ട്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ
ഈ പ്രതികൾക്ക് പരോൾ അനുവദിച്ചതുമായി ബന്ധപ്പെട്ടാണ് ആഭ്യന്തര വകുപ്പ് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.